അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായടാ. അങ്ങോട്ട് തുറന്ന് സമ്മതിക്ക്. എനിക്കെന്തോ പോലെ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ മേക്കപ്പ് ചെയ്തുതരും. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് സാർ ആ കുട്ടിയുടെ കണ്ണിലിങ്ങനെ നോക്കി നിൽക്കുന്നത്. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? സിംഗിളാണ്. അങ്ങനെ മനസ്സിലായി. അവളുടെ കണ്ണ് കണ്ടാലറിയാം. മേക്കപ്പ് ചെയ്യുമ്പോ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കാണുമ്പോ നമുക്ക് ഉള്ളിൽ എന്തോ എനിക്ക് ആ ഒരു വികാരം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതിന് എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. കണ്ട നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ആളുകളുണ്ട്. അപ്പൊ നീ അവിടുന്ന് ക്രഷ് എന്ന് പറഞ്ഞ വെറുതെ അല്ല. ആയി എന്താ അത്? മിണ്ടാതിരിക്കേ, മിണ്ടാതിരി. എന്തൊരു നാണോ. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ തന്നെ പറഞ്ഞ. ഒന്നും പറയണ്ടേ. അന്വേഷിച്ചിട്ട് മിണ്ടാതിരിക്കും. ഞാനും അന്വേഷിച്ചിട്ടുള്ള കാര്യമാണ് അതൊക്കെ. ദൈവമേ, ആ പൊട്ടൻ തെറ്റി പറഞ്ഞ സത്യമാണോ? നിങ്ങൾ എന്തിനാ ഇടപെടണം? നിങ്ങൾ വേറെ സുഹൃത്തല്ലേ? അതിലപ്പുറം ഒന്നുമില്ലല്ലോ. അതിലപ്പുറം ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ ട്രൈ ചെയ്തിടാ. ട്രൈ എന്റെ ട്രൈ കണ്ട അവള് വീണു. മച്ചാ പോടാ പോടാ, സൈഡിൽ പോടാ. പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ കഴിക്കുന്നതിന്റെ പകുതിയും ഞാൻ ചേട്ടൻ തരും. ചേട്ടൻ ഹെൽത്ത് നോക്കേണ്ടത് എന്റെയും കടമയാണ്. റൊമാൻറ്റിക്